2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജൂൺ 4 വരുന്ന ഫലത്തെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കൊപ്പമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അയോധ്യ കേന്ദ്രീകരിച്ചൊരു രാമക്ഷേത്രം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമുയർത്തിയാണ് BJP രാജ്യത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയായി വളരുന്നത്. ആദ്യകാലങ്ങളിൽ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചാണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. കാലക്രമേണ അത് ഇന്ത്യ ഒട്ടാകെ ഒരു വികാരമായി BJP മാറ്റിയെടുത്തു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ബാബറി മസ്ജിദിനോട് ചേർന്ന് ഒരു രാമശില കണ്ടെത്തിയത് മുതൽ മുഗൾ രാജാവായ ബാബർ കെട്ടിപ്പൊക്കിയ മുസ്ലിം പള്ളി പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ഉയർന്നു. പിന്നീട് അവരത് സാധിച്ചു. തുടക്കം മുതലേ BJPക്ക് വളക്കൂറായത് ബ്രാഹ്മണ താക്കൂർ സമുദായത്തിന്റെ കനത്ത പിന്തുണയാണ്. പക്ഷെ മറുവശത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിനു ശേഷം കലങ്ങി മറിഞ്ഞു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയും കാൻഷിറാമിന്റെ നേതൃത്വത്തിലുള്ള ബഹുജൻ സമാജ്വാദി പാർട്ടിയും BJPയുടെ വളർച്ചയ്ക്ക് നല്ലൊരു തിരിച്ചടിയായി. 2014 മോദി ഷാ കൂട്ടുകെട്ട് പാർട്ടി തലപ്പത്തെത്തിയതോടെ ഇരുവരുടെയും പരിശ്രമ ഫലമായി കുറേയധികം ചെറു പാർട്ടികളെ NDAയുടെ ഭാഗമാക്കി തീർക്കാനായി. ഇങ്ങനെയാണ് BJP ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി വളരുന്നത്. 2014 മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ 71 സീറ്റ് നേടിയ BJPക്ക് പക്ഷേ 2019 62 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. അന്ന് 2019 അപ്നാദൾ ആണ് NDAയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. 2 സീറ്റിലാണ് അവർ ജയിച്ചത്. അപ്നാദൾ നേതാവായ അനുപ്രിയ പട്ടേലാണ് മോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നതും. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BSPയും SPയും വിട്ടുവന്ന സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയും നിഷാദ് പാർട്ടിയും BJPക്കൊപ്പം ചേർന്നു. രാജ്ബർ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന കക്ഷിയാണ് SBSP എങ്കിൽ നിഷാദന്മാരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് നിഷാദ് പാർട്ടി. ഇതിനു പുറമെ ഇക്കൊല്ലം ആദ്യം SPയോടും ഇന്ത്യ മുന്നണിക്കും ഒപ്പം നിന്നിരുന്ന രാഷ്ട്രീയ ലോക് ദളിനെയും BJP തങ്ങൾക്കൊപ്പമാക്കി. മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന നൽകിയാണ് അദ്ദേഹത്തിന്റെ മകൻ ജയന്ത് ചൗധരി നയിക്കുന്ന രാഷ്ട്രീയ ലോക് ദളിനെ BJP പാർട്ടിലാക്കിയത്. BJPയും നിഷാദ് പാർട്ടിയും ചേർന്ന് 75 സീറ്റിലും അപ്നാദളിന് 2 സീറ്റിലും RLDക്ക് 2 സീറ്റിലും SBSPക്ക് 1 സീറ്റിലുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDA മത്സരിച്ചത്. മറുഭാഗത്ത് സമാജ്വാദി പാർട്ടി 62 സീറ്റിലും കോൺഗ്രസ് 17 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോരാടി. SPയോടൊപ്പം 2019 മത്സരിച്ച് 19 സീറ്റ് നേടിയ BSP ഇക്കുറി ഇന്ത്യ മുന്നണിയോട് വിട്ടുനിന്നു. ഇത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടിയായെങ്കിലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സമർത്ഥമായ രീതിയിൽ പല വിഭാഗങ്ങൾക്കായി ടിക്കറ്റ് നൽകി ഒരു നല്ല പോരാട്ടം തന്നെ നടത്തി. പരമ്പരാഗത യാദവ് മുസ്ലിം വോട്ടുകൾക്ക് പുറമെ ഈ നീക്കം ദളിതുകളെയും കുർമികളെയും ഇന്ത്യ മുന്നണിക്കൊപ്പം നിർത്തി. BJPയുടെ രാമക്ഷേത്ര അവകാശവാദത്തെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യ മുന്നണി പ്രതിരോധിച്ചത്. ഇതുമൂലം പല മണ്ഡലങ്ങളിലും വളരെ ടൈറ്റായ മത്സരമാണ് കണ്ടത്. UPയുടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി ഗ്രൗണ്ട് സീറോ ജനവിധി 2024 പ്രവചനം എന്തെന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് 52 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 26 സീറ്റും മറ്റുള്ളവർക്ക് 2 സീറ്റും ലഭിക്കുമെന്നാണ്. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പരീക്ഷണശാലയെന്ന് വേണം മധ്യപ്രദേശിനെ വിശേഷിപ്പിക്കാൻ. ഇവിടെ കാലാകാലങ്ങളായി BJPയും കോൺഗ്രസുമാണ് പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ BJPക്ക് 29ൽ 28 സീറ്റും കോൺഗ്രസിന് വെറും 1 സീറ്റുമാണ് ലഭിച്ചത്. പിന്നാലെ കഴിഞ്ഞ കൊല്ലം നവംബറിൽ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും BJP മിന്നും വിജയം നേടി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് BJP ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJPയുടെ ഈ മേൽക്കോയ്മ പ്രചാരണത്തിൽ ഉടനീളം നിഴലിച്ചിരുന്നു. സംസ്ഥാനത്ത് തകർന്നടിഞ്ഞ കോൺഗ്രസ് ആകട്ടെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനായി ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. ഗ്രൗണ്ട് സീറോ ജനവിധി 2024 വിലയിരുത്തൽ പ്രകാരം BJPക്ക് മധ്യപ്രദേശിൽ 27 സീറ്റും കോൺഗ്രസിന് 2 സീറ്റും ലഭിക്കുമെന്നാണ്. മധ്യപ്രദേശ് കോൺഗ്രസിൽ കണ്ട അലസത പക്ഷേ രാജസ്ഥാനിൽ തൊട്ട് തീണ്ടിയിട്ടേയില്ല. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയെങ്കിലും രാജസ്ഥാൻ കോൺഗ്രസിന് വീറൊട്ടും കുറഞ്ഞിട്ടില്ല. കടുത്ത ആത്മവിശ്വാസത്തോടെയാണ് അവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രചാരണം നടത്തിയത്. 2014 2019 നടന്ന തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ 25ൽ 25 സീറ്റും നേടിയ BJPയുടെ
ഒറ്റയാൾ ജൈത്ര യാത്രയ്ക്ക് ഏത് വിധേനയും ഒരു കടിഞ്ഞാണിടാനാണ് കോൺഗ്രസിന്റെ പരിശ്രമം. അതിൽ ഒരു പരിധിവരെ കോൺഗ്രസിന് കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഗ്രൗണ്ട് സീറോ ജനവിധി 2024 വിലയിരുത്തൽ പ്രകാരം രാജസ്ഥാനിൽ BJPക്ക് 20 സീറ്റും കോൺഗ്രസിന് 5 സീറ്റും ലഭിക്കും. 15 കൊല്ലത്തെ ഭരണത്തിന് ശേഷം 2018 കോൺഗ്രസിനോട് അടിയറവ് പറഞ്ഞ് അധികാരത്തിൽ നിന്ന് പുറത്തായ BJP കഴിഞ്ഞ കൊല്ലം പക വീട്ടി തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ഛത്തീസ്ഗഡിൽ നാം കണ്ടത്. 2019 ബാലാകോട്ട് തിരിച്ചടി ആയുധമാക്കി BJP ഛത്തീസ്ഗഡിൽ 11-ൽ 9 സീറ്റ് നേടിയിരുന്നു. അധികാരം കയ്യിലുണ്ടായിട്ടും 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് അന്ന് നേടാൻ കഴിഞ്ഞത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥിതിഗതികളിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. എങ്കിലും സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് ഇത്തവണ ഛത്തീസ്ഗഡിൽ നടത്തിയത്. ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഗ്രൗണ്ട് സീറോ ജനവിധി 2024 പ്രവചനം എന്തെന്നാൽ BJPക്ക് ഛത്തീസ്ഗഡിൽ 8 സീറ്റും കോൺഗ്രസിന് 3 സീറ്റും ലഭിക്കുമെന്നാണ്. 2014-ലും 2019-ലും 7-ൽ 7 സീറ്റും നേടി BJP നിലനിർത്തുന്ന രാജ്യ തലസ്ഥാനമാണ് ഡൽഹി. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ BJPക്ക് അത്ര ഈസിയാണോ? അല്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായ നാടകീയ സംഭവങ്ങൾ, പ്രധാനമായും ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അപ്രതീക്ഷിത ജാമ്യവും ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ ഗതി പാടെ മാറ്റിമറിച്ചു. BJPക്ക് പ്രതികൂലമായ ഒരു തരംഗം തന്നെ ഡൽഹിയിൽ അരങ്ങേറി. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒത്തുചേർന്നാണ് ഇവിടെ മത്സരിക്കുന്നത്. ആപ്പ് 4-ലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിച്ചു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗാന്ധി കുടുംബം തങ്ങളുടെ വോട്ട് മറ്റൊരു പാർട്ടി ചിഹ്നത്തിന് നൽകുന്നതിനും ഈ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. ഗ്രൗണ്ട് സീറോ ജനവിധി 2024 വിലയിരുത്തൽ പ്രകാരം ഇക്കുറി BJPക്ക് ഫുള്ളിൽ ഫുൾ കിട്ടില്ലെന്ന് മാത്രമല്ല, നന്നായി അടിപതറിയിട്ടുമുണ്ട്. ഡൽഹിയിൽ ഇന്ത്യ മുന്നണിക്ക് 5 സീറ്റും NDAക്ക് 2 സീറ്റുമാണ് ഗ്രൗണ്ട് സീറോ പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണ 10-ൽ 10 സീറ്റ് നേടിയ ഹരിയാനയിൽ BJPയുടെ നില ആദ്യമേ തന്നെ പരുങ്ങലിലായിരുന്നു. സഖ്യകക്ഷിയായ BJP മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ചതും കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും അഗ്നിവീർ പദ്ധതിക്കെതിരായ എതിർപ്പും എല്ലാം ചേർന്ന് സംസ്ഥാനത്ത് BJP വിരുദ്ധ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പിലുടനീളം BJP സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി പല ഗ്രാമങ്ങളിലും കാലുകുത്താൻ കഴിഞ്ഞില്ല. അത്രമേൽ ജനരോഷം ഉയർന്നിരുന്നു. ഇത് കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ മത്സരിക്കുന്ന കർണാൽ മണ്ഡലത്തിൽ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ ഈ മേൽക്കോയ്മ വളരെ പ്രകടമായിരുന്നു. ഈ സാഹചര്യം വിലയിരുത്തിയാൽ ഗ്രൗണ്ട് സീറോ ജനവിധി 2024 പ്രവചന പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന് 9 സീറ്റും BJPക്ക് 1 സീറ്റും ലഭിക്കും. തിടുക്കത്തിൽ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങൾ കർഷകരെ പറ്റിക്കാനുള്ളതാണെന്ന് ബോധ്യപ്പെട്ടതോടെ പഞ്ചാബിൽ NDA പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. BJPയുടെ പ്രധാന സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ മുന്നണി വിട്ടു. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP ഒറ്റയ്ക്കാണ് പഞ്ചാബിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഹരിയാനയിലെ പോലെ പഞ്ചാബിലും BJP സ്ഥാനാർത്ഥികളെ പ്രചാരണത്തിന് പോലും കർഷകർ നിലം തൊടിയിച്ചില്ല. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലംപരിശാക്കി സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ച ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും പഞ്ചാബിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. 2019 സംസ്ഥാനത്തെ 13 സീറ്റിൽ കോൺഗ്രസ് 8-ഉം NDA 4-ഉം ആം ആദ്മി പാർട്ടി 1 സീറ്റിലുമാണ് വിജയിച്ചത്. ഇത്തവണ പഞ്ചാബിൽ കോൺഗ്രസ് 8 സീറ്റും ആം ആദ്മി പാർട്ടി 4 സീറ്റും ശിരോമണി അകാലിദൾ 1 സീറ്റും നേടുമെന്നതാണ് ഗ്രൗണ്ട് സീറോ ജനവിധി 2024 പ്രവചിക്കുന്നത്. 24 കൊല്ലം മുമ്പ് 2000-ലാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഏറെ നാളുകളായി BJP ആണ് ആധിപത്യം നിലനിർത്തുന്നത്. 2019 ഇവിടെയുള്ള 5 സീറ്റും BJP നേടി. എന്നാൽ BJP അഗ്നിവീർ പദ്ധതി പ്രഖ്യാപിച്ചതോടെ ഈ സംസ്ഥാനത്തെ ചെറുപ്പക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം BJPയെ തളർത്താനാവില്ലെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് സീറോ ജനവിധി 2024 വിലയിരുത്തുന്നത് ഉത്തരാഖണ്ഡിൽ BJPക്ക് 4 സീറ്റും കോൺഗ്രസിന് 1 സീറ്റും ലഭിക്കുമെന്നാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് വലിയൊരു നേട്ടമായി ചൂണ്ടിക്കാട്ടുന്ന BJP അവിടെയുള്ള 5 സീറ്റിൽ 3-ലും മത്സരിക്കുന്നില്ല. ഇതുതന്നെയാണ് ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിന്റെ വൈചിത്ര്യവും. 1980-ന് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും വളരെ ഉയർന്ന പോളിംഗ് ആണ് ഇക്കുറി ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും PDPക്കും അനുകൂലമായൊരു തരംഗം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.
അതിനോടൊപ്പം ചേർന്ന് ഗ്രൗണ്ട് സീറോ ജനവിധി 2024 ഇങ്ങനെ വിലയിരുത്തുന്നു: ഇന്ത്യ മുന്നണിയിലെ 3 പാർട്ടികളും ചേർന്ന് ജമ്മു കാശ്മീരിലെ 5 സീറ്റും നേടുമെന്നാണ്. പഴയ പെൻഷൻ സ്കീം പുനഃസ്ഥാപിക്കുമെന്ന ഗ്യാരണ്ടിയിലാണ് കോൺഗ്രസ് ഹിമാചലിൽ ഭരണം പിടിച്ചെടുത്തത്. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 6 MLA-മാർ കൂറുമാറി BJP സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്തത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചത്. ഇത്തരത്തിലുള്ള ഒരു കൂറുമാറ്റം ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്നതാണ് ഹിമാചൽ തിരഞ്ഞെടുപ്പിനെ രാജ്യശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതും. 2019-ലും BJP ആണ് ഈ സംസ്ഥാനത്തെ 4 സീറ്റിലും വിജയിച്ചത്. ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഗ്രൗണ്ട് സീറോ ജനവിധി 2024 ഇത്തരമൊരു വിലയിരുത്തലിലാണ് എത്തുന്നത്. ഹിമാചലിൽ ഇക്കുറി NDAക്ക് 1 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 3 സീറ്റും ലഭിക്കും. ദക്ഷിണേന്ത്യയിലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരിയും ലക്ഷദ്വീപും കോൺഗ്രസും NCPയും നിലനിർത്തും. കോൺഗ്രസ് നിലനിർത്തുന്ന മറ്റൊരു സീറ്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇതിനു പുറമെ ലഡാക്കിലും ചണ്ഡീഗഡിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ഗ്രൗണ്ട് സീറോ ജനവിധി 2024 വിലയിരുത്തൽ. ദാമൻ ദ്വീപിലും ദാദ്ര നഗർ ഹവേലിയിലും BJP വെന്നിക്കൊടി പാറിക്കും. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജയസാധ്യത പരിശോധിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.